അല്ല, നമ്മുടെ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. അതായത് സുനിലിൻ്റെ മൂന്നാർ ഇപ്പോൾ കൊച്ചിയിൽ വന്നിരിക്കും വലിയ താമസമില്ലാതെ എന്ന്. സംഭവിക്കും അത്. ഞാൻ പിന്നെ ഈ ആൾക്കാർക്ക് ചിലർക്കെങ്കിലും കരിനാക്ക് എന്നൊക്കെ പറഞ്ഞുള്ള ഇതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ക്യാമറയുടെ മുമ്പിൽ പറയേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം സുനിൽ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, എനിക്ക് ആ ആശങ്കയുണ്ട്. മൂന്നാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് സ്ലോപ്പ് കുറവാണ്. ഒരു മെല്ലെ കയറിപ്പോകുന്ന ഉയരം കൂടി വരുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. അപ്പോൾ അത് പെട്ടെന്നൊന്നും ഇടിയയില്ല. കുത്തനെയുള്ള മലയാണല്ലോ, പെട്ടെന്ന് ഇടിക്കുക. അപ്പം നമ്മുടെ ഉരുൾപൊട്ടൽ സംഗതിയൊക്കെ ഉള്ളത് കുത്തനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇടിയുന്നത്. ഇപ്പോൾ ശിരൂരിൽ അപകടം ഉണ്ടായത്, അവിടെ ഇവരെന്താ ചെയ്തത്, ഒരു മലയുടെ സൈഡിൽ കൂടെ മാന്തി അങ്ങോട്ട് റോഡുണ്ടാക്കി. എന്നിട്ട് മല എവിടെ നിൽക്കുക, അതിനൊരു സപ്പോർട്ടുമില്ല, സൈഡിൽ വാൾ കെട്ടിയിട്ടില്ല, കരിങ്കല്ല് കൊണ്ട് ബ്രേസിങ്ങോ സംഗതിയോ ഒന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ നിന്ന് മഴ പെയ്ത് ഇത് കുതിരുമല്ല, കുതിർന്ന് കഴിഞ്ഞപ്പോൾ അതങ്ങ് കൊളാപ്സ് ചെയ്തു. ഫിനിഷ്. കൊളാപ്സ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വണ്ടി, ടാങ്കറും ഡ്രൈവറും സംഗതി അപ്പുറത്തുനിന്ന് കൊളാപ്സ് ചെയ്തു, ഇപ്പുറത്തുനിന്നും കൊളാപ്സ് ചെയ്തു. രണ്ടും കൂടെ നദിയിൽ വീണു. നദിയുടെ ഒഴുക്ക് ഭയങ്കര ശക്തമായി. ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. 14 ദിവസം അവിടെ കിടന്ന് ഉള്ള ബുൾഡോസർ, നിങ്ങളുടെ സംവിധാനം, ഡ്രോൺ, മറ്റത് സോണാർ ടെസ്റ്റ് എന്തൊക്കെ നടത്തി. നേവി, സൈന്യം വലുത് സാധിച്ചു. ഇന്ത്യൻ കരസൈന്യവും നേവിയും വിചാരിച്ചിട്ട് ഒരാളിനെ തപ്പിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എത്ര നിസ്സഹായരാണ് നമ്മൾ, എത്ര നിസ്സഹായരാണ്. പിന്നെ അപ്പോൾ അത് മനസ്സിലാക്കിയ ആ ഒരു വിനയം വേണമല്ലോ. കേരളത്തിലെ പൊതുവെയുള്ള സ്വഭാവം, നമ്മൾ പരന്ന് താമസിക്കുന്ന ആൾക്കാരാണ്, മുകളിലേക്ക് താമസിക്കുകയില്ല. എറണാകുളത്ത് എത്ര ഫ്ലാറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ടെന്നറിയാം. ഫ്ലാറ്റുകളിൽ ഒരു 4th ഫ്ലോറിന് മുകളിലേക്ക് താമസിക്കാൻ മലയാളിക്ക് വലിയ താല്പര്യമില്ല. വെർട്ടിക്കൽ ഗ്രോത്തിന് നമ്മൾ സമ്മതിക്കില്ല. ഹൊറിസോണ്ടൽ ഗ്രോത്ത് നമുക്ക് നമ്മുടെ ഒരു 3-4 ഇപ്പം 3 സെൻറ്റെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വേണം. ഗ്രൗണ്ട് ഫ്ലോർ വേണം, ഒരു മുറ്റം വേണം. അത് 3 അടി വീതിയിലാണെങ്കിലും ഒരു മുറ്റം വേണം. ഇത് നമ്മുടെ ട്രഡീഷണൽ സ്വഭാവമാണ്. ഈ സ്വഭാവം മാറ്റാതെ നമുക്ക് ഇനി സർവൈവ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ജനസംഖ്യയും വെച്ചുകൊണ്ട്. ആ സ്വഭാവത്തെ ഞാൻ കുറ്റം പറയുകയില്ല. ഇപ്പോഴും ആൾക്കാരിങ്ങനെ പഴയ ഗ്രാമം, അവിടുത്തെ പാടം, അതിൻ്റെ നടുക്കൊരമ്പലം, അവിടെ വൈകുന്നേരത്തെ ഇത് നമ്മളുടെ ഇടയ്ക്കയുടെ ശബ്ദം, ദീപാരാധനയുടെ ശബ്ദം, വിറയാർന്ന ശബ്ദത്തിൽ രാമായണം ചൊല്ലുന്ന മുത്തശ്ശി, ഇതൊക്കെ ഇങ്ങനെ നൊസ്റ്റാൾജിയായിട്ട് മലയാളിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സ്ഥലം വേണം. നഗരത്തിൽ വീടുള്ളവർക്ക് പോലും ഗ്രാമത്തിൽ ഒരു 10 സെൻറ്റ് 30 സെൻറ്റ് വാങ്ങിച്ച് അവിടെ ഇടുക, അവിടെ കിടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് താമസിക്കാൻ സ്ഥലം വേണം. യു ഹാവ് ടു ഗ്രോ വെർട്ടിക്കലി. ഹൊറിസോണ്ടൽ ഗ്രോത്തിനുള്ള സ്ഥലം കഴിഞ്ഞു. അത് സമ്മതിക്കാനും പാടില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ഫ്ലാറ്റുകളുടെ കാലമാണെന്നാണോ ടി പറയുന്നത്? അതെ, ഈ ഫ്ലാറ്റുകൾ ഉണ്ടാക്കാതെ നിങ്ങൾ ഹൊറിസോണ്ടൽ ഗ്രോത്ത് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബിക്കടൽ കയ്യേറാൻ പറ്റില്ല. നിങ്ങൾക്ക് ആകെ കയ്യേറാവുന്നത് ഈ വെസ്റ്റേൺ ഗാട്ട്സാണ്, സഹ്യപർവ്വതമാണ്. അത് നിങ്ങൾ കയ്യേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ കാടും മലയും ഇല്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. പക്ഷേ ബാക്കി 13 ജില്ലകളിലും കാടുമുണ്ട്, മലയുമുണ്ട്. പക്ഷേ ഈ ദുരന്തം ഉണ്ടാകുന്നത് ഇടുക്കിയിലും വയനാട്ടിലും മാത്രമാണ് എല്ലാ സീസണിലും. അല്ല, ബാക്കി സ്ഥലത്തുണ്ടാവുന്നില്ല എന്നുള്ളത് അതൊരു ദൈവാധീനം എന്ന് വിചാരിച്ചാൽ മതി. ഉണ്ടാവാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്, പണ്ടങ്ങാണ്ട് അമ്പൂരിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെയൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫാണെന്നൊന്നുമല്ല. ഉണ്ടായില്ല. കയ്യേറ്റങ്ങൾ മറ്റ് ഈ ഇടുക്കി വയനാട് ജില്ലകളിൽ മാത്രമാണോ? എല്ലാ സ്ഥലത്തും കയ്യേറ്റമുണ്ട്. എല്ലാ സ്ഥലത്തും കയ്യേറ്റമുണ്ട്. നഗരങ്ങളിൽ കയ്യേറ്റമുണ്ട്. 4 മഴ പെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ വെള്ളക്കെട്ടുണ്ടാകുന്നത് എങ്ങനെയാണ്? സകല മനുഷ്യരും ഓട കയ്യേറിയവരാണ്. ഞാൻ എറണാകുളത്തെ ഈ പൗരന്മാർ, നമ്മുടെ ബ്രഹ്മപുരം പ്രശ്നം ഉണ്ടായപ്പോൾ കുറേ സിറ്റിസൺസ് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കോർപ്പറേഷൻ്റെ പുറമ്പോക്ക് കയ്യേറാത്ത ആരെങ്കിലും ഉണ്ടോ? സത്യസന്ധമായിട്ട് പറയാം. അത് ക്ലോസ് മീറ്റിംഗ് ആയിരുന്നു, മൈക്കില്ല, മീഡിയ ഇല്ല, ഒന്നുമില്ല.
ഞങ്ങളങ്ങനെ അറിയപ്പെടുന്നവരുമല്ല. ബട്ട് എറണാകുളത്ത് ദീർഘകാലമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും പറഞ്ഞു ഇല്ല. ഓരോ തവണ മതിൽ കെട്ടുമ്പോഴും ഒരു അരയടി അല്ലെങ്കിൽ ഒരടി കയറ്റി കെട്ടും, ഓട കയ്യേറും. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ പേരണ്ടൂർ കനാൽ. പേരണ്ടൂർ കനാലിൽ വള്ളങ്ങൾ പോകുന്ന കനാലായിരുന്നു അത്, പേരണ്ടൂർ കനാൽ. ഇപ്പോൾ വള്ളത്തിന് പോകാൻ പറ്റുമോ? അതെ. ഇപ്പോൾ അത് ഓടയായിട്ട് മാറി. ഓട മെല്ലെ കാനയായിട്ട് മാറും, തീരെ ചെറുതാവും. അല്ല, നമ്മുടെ MG റോഡ്, എറണാകുളത്തെ MG റോഡ് സഹോദരൻ അയ്യപ്പൻ വിഭാവനം ചെയ്തതാണ്. ഇപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടി വീതി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. 70 ഫീറ്റോ അങ്ങനെ മറ്റേ ഇല്ല, ഇപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടി വീതിയല്ല, വീതി കുറവായിരുന്നു, കൂടുകയാണ് ചെയ്തത് MG റോഡിന്. ബട്ട് MG റോഡ് ഉണ്ടായത് ഒരു തോട് നികത്തിയിട്ടാണ്. 70 അടി റോഡ് അങ്ങനെ MG റോഡ് ത്രൂ ഔട്ട് നിങ്ങളുടെ PNVN ജംഗ്ഷനിൽ നിന്ന് തേവര വരെ പോയി കായലിൽ ചേരുന്ന ഒരു തോട് നികത്തിയാണ് MG റോഡ് ഉണ്ടാക്കിയത്. അന്ന് MG റോഡ് ആവശ്യമില്ല. അന്നാണ് ഈ 70 ഫീറ്റ്. ഇപ്പോൾ 70 ഫീറ്റിൽ കൂടുതലുണ്ട് MG റോഡ്. കൂടുതലുണ്ട്. ഈ 70 ഫീറ്റ് റോഡ് എറണാകുളത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത വയസ്സന്മാരെ എനിക്കറിയാം. അതിലൊന്ന് 2 പേര് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അവർ പറഞ്ഞു, എന്തിനാണ് ഇത്ര വീതി കൂടിയ റോഡ് എറണാകുളത്ത്? അങ്ങനെ ഇരിക്കുമ്പോൾ 3-4 വണ്ടി പോകും, അതിനാണോ ഇത്ര വലിയ റോഡ് എന്നൊക്കെ ചോദിച്ചാൽ അവർ വഴക്കുണ്ടാക്കി. ബട്ട് വാസ്തവത്തിൽ അതിൻ്റെ ഒറിജിനൽ ഇഷ്യൂ അത് തോടായിരുന്നു. എറണാകുളത്തെ വെള്ളം മുഴുവൻ ഡ്രെയിൻ ചെയ്യുന്ന മെയിൻ തോട് അതായിരുന്നു. MG റോഡ് എന്ന് പറയുന്നത് നമ്മളുടെ പാരലായിട്ടുള്ള റോഡുണ്ട്. നമ്മൾ ഷിപ്പ് യാർഡിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് TD റോഡ് അങ്ങനെ പോകുന്നു. അതാണ് എറണാകുളത്തിൻ്റെ നാഡീഞരമ്പായിട്ട് കരുതിക്കൊണ്ടിരുന്നത്. ഇതല്ല, ഫോർഷോറിനല്ല, അതിനും ഇപ്പുറത്ത് പാരലായിട്ട്. അതിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോൾ. അതായിരുന്നു എറണാകുളത്തിൻ്റെ തീരപ്രദേശത്ത് ഇങ്ങനെ. ഇതിന് പാരലായിട്ടാണ് പിന്നീട് MG റോഡ് വരുന്നത്. MG റോഡ് പണിഞ്ഞതിലൂടെ ആദ്യം സംഭവിച്ചത് എറണാകുളത്തെ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായി. എറണാകുളത്തിൻ്റെ കിടപ്പുണ്ടല്ലോ, പല സ്ഥലവും കായൽ നിരപ്പിൽ നിന്ന് താഴെയാണ്. അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോൾ പാത്രത്തിൽ മഴ പെയ്യുന്ന പോലെ ഇത് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. കാരണം ഇറങ്ങിപ്പോകാൻ ഈ താഴത്തേക്കല്ലേ വെള്ളം ഒഴുകുകയുള്ളൂ. നിങ്ങൾ കാനയൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ ഹൈറ്റ് കൂടുതൽ അപ്പുറത്താണ്. ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് പോകുന്നത്, അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് വരും. ഇതൊക്കെയാണ് ബസ് സ്റ്റാൻഡിലൊക്കെ സംഭവിക്കുന്നത്. അത് അതിന് പമ്പിങ് സംവിധാനം അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ആ KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഇരിക്കുന്ന കാരയ്ക്കാമുറി എന്ന് പറയുന്ന സ്ഥലത്ത് വീഴുന്ന മഴവെള്ളം ഡ്രെയിൻ ചെയ്യാൻ ഞാൻ TG മോഹൻദാസ് എൻജിനീയർ എന്നുള്ളതിനേക്ക് ഞാൻ പറയുകയാണ്, പമ്പിങ് അല്ലാതെ ഒരു പണിയും അതിന് സൊല്യൂഷനില്ല. കാരണം അത് സ്ലോപ്പ് താഴെയാണെന്ന്. അതിൻ്റെ അവിടെ പെട്ടിയും പറയുകയൊക്കെ വെച്ചിരുന്നു നേരത്തെ. ആ പെട്ടിയും പറയും വെക്കണം. ഇപ്പോൾ ഇല്ല. ഞാൻ സത്യം പറയാമല്ലോ, എറണാകുളത്തെ കോർപ്പറേഷനിലെ ഒരു എൻജിനീയർ എന്നോട് പേഴ്സണൽ ലെവലിൽ, ഇപ്പോഴല്ല, വർഷം 10-20 അങ്ങനെ പറഞ്ഞു, മോഹൻദാസെ ഒരു ഡ്രെയിനേജ് ഡിസൈൻ ചെയ്യാമോ, ഡിസൈൻ ചെയ്ത് തരണം. വെറുതെ വലിയ എൻജിനീയറിങ് ഡ്രോയിങ് വേണ്ട, ഒരു ഐഡിയ കിട്ടാനുള്ള ഡ്രോയിങ്, അതിൻ്റെ പമ്പ്, അതിൻ്റെ കപ്പാസിറ്റി, സ്യൂട്ടബിൾ പമ്പ് സെലക്ട് ചെയ്ത് എനിക്ക് തരണം. ഞാനിത് കോർപ്പറേഷനിൽ സമർപ്പിക്കും. അവർ അപ്രൂവ് ചെയ്യുകയില്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്രൂവ് ചെയ്തില്ലെങ്കിൽ മോഹൻദാസിൻ്റെ ജോലി വെറുതെ പോകും. ഞാൻ പറഞ്ഞു, സാരമില്ല, ഇതിപ്പോൾ വലിയ കാര്യമില്ലല്ലോ, 1-1.5 ദിവസത്തെ ജോലിയേ ഉള്ളൂ എനിക്ക് ഇതെല്ലാം കൂടെ ചെയ്യാനായിട്ട്, ഒരു ഐഡിയ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ കോർപ്പറേഷൻ പമ്പിംഗ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വലിയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെയുള്ള ജോലികൾ വേണം. കാരണം ഞാൻ ഇതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് 24 ലക്ഷം രൂപയാണ് പമ്പിൻ്റെ വിലയടക്കം, സ്റ്റാൻഡ് ബൈ പമ്പിൻ്റെ വിലയടക്കം ഞാൻ കോസ്റ്റ് അനാലിസിസ് ചെയ്ത് കൊടുത്ത് 24 ലക്ഷം. 24 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊച്ചി കോർപ്പറേഷൻ പിച്ച കാശ്, ഇതുകൊണ്ടാണോ എന്നൊക്കെ. വാസ്തവത്തിൽ ഇത്രയൊക്കെ കാശ് മതി, കുറഞ്ഞു പോയതുകൊണ്ട് തള്ളിക്കളയും, അങ്ങനെ ആയിരിക്കാം. ഏതായാലും അത് അപ്രൂവ് ചെയ്യപ്പെട്ടില്ല. ബട്ട് ഇപ്പോഴും നോക്കും, നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് കാരയ്ക്കാമുറി ഡ്രെയിൻ ചെയ്യാൻ സാധ്യമല്ല അൺലെസ് യു ഇൻസ്റ്റോൾ എ പമ്പ് ആൻഡ് പമ്പ് ഔട്ട് ദ വാട്ടർ. ബിക്കോസ് പാത്രം പോലെയാണ് കാരയ്ക്കാമുറി ആ ഏരിയ ഇരിക്കുന്നത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതിനിപ്പുറത്ത് ഗാന്ധാരി അമ്മൻ കോവിൽ റോഡ്, നമ്മളെ KSRTC സ്റ്റാൻഡ് ഒക്കെ.
അത് വന്ന് ഗണേഷ് കുമാർ കണ്ടിട്ട് പോയി, മുഹമ്മദ് റിയാസ് കണ്ടിട്ട് പോകും എന്നുള്ളതല്ലാതെ ആ വെള്ളം നിങ്ങൾക്ക് ഡ്രെയിൻ ചെയ്യാൻ സാധ്യമല്ല. സ്ലോപ്പില്ലാതെ നാച്ചുറൽ ഡ്രെയിൻ സാധ്യമല്ല. താഴത്തേക്കല്ലേ വെള്ളം പോവുള്ളൂ. നിങ്ങൾക്ക് മുകളിലേക്ക് അടിക്കണമെങ്കിൽ പമ്പ് വെച്ച് അടിക്കണം. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷേ ഈ വയനാടും ഇടുക്കിയും പോലെ എല്ലാ വർഷവും ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. അടുത്ത കാലവർഷത്തിൽ ഉണ്ടാകും. അപ്പം നമുക്ക് ഇനി എന്താ ഒരു മാർഗം? ഇനിയെങ്കിലും കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞ വെർട്ടിക്കൽ ഗ്രോത്തിലേക്ക് തിരിച്ചു വരിക. അതിന് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, വ്യാപകമായ പ്രചരണം നടത്തുക. നിങ്ങളുടെ ഈ 5 സെൻറ്റ് സ്ഥലം, ഒരു കൊച്ചു വീട്, ഈ മലയാളിയുടെ സ്വഭാവം കണ്ടിട്ടില്ല, വളരെ ചെറിയ മനസ്സാണ്. ഉത്തരേന്ത്യക്കാരനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഒരു കൊച്ചു വീട്, എൻ്റെ ഭാര്യ, 1-2 കുട്ടികൾ, അത് മതി എനിക്ക്. എന്താ വലിയൊരു വീട് വിഭാവനം ചെയ്യാത്തത്? വലിയൊരു ജോലി, വലിയ വരുമാനം വേണം എനിക്ക്. സ്വപ്നം കാണാൻ പോലും നിങ്ങൾക്ക് ഒരു ധൈര്യമില്ല. എൻ്റർപ്രണർഷിപ്പ് ഇല്ല. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പഴയ സ്റ്റാറ്റസ് കോയിൽ ഇങ്ങനെ കഴിയണം. ഇതല്ല, മുമ്പ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതനുസരിച്ച് മാറണം. നമ്മളുടെ താമസ രീതി മാറണം. നമ്മുടെ കൾച്ചറല്ല. നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് നമ്മളുടെ താമസ രീതിയെല്ലാം പഴയ പോലെ നിൽക്കുന്നു. കൾച്ചർ മാറി. അന്യനെ പറ്റി ഒരു പരിഗണനയില്ല, ഒന്നുമില്ല. ആ വക മൂല്യങ്ങളൊക്കെ അപ്രത്യക്ഷമായി. ബട്ട് ഈ സ്ഥലം കയ്യേറുക, പിടിക്കുക, വളച്ചു കെട്ടുക, ഈ സ്വഭാവം മാറിയിട്ടുമില്ല. അത് ഇനി 1 ഇഞ്ച് വനഭൂമി കയറാൻ സമ്മതിക്കരുത്. ഇപ്പോഴുള്ള വനഭൂമി തന്നെ സത്യസന്ധമായിട്ട് സർവേ ചെയ്തിട്ട് എവിക്റ്റ് ചെയ്യാനുള്ളവരെ എവിക്റ്റ് ചെയ്യണം. നിർദ്ദയം എവിക്റ്റ് ചെയ്യണം. എവിക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പുനരധിവാസം എന്ന് പറഞ്ഞിട്ട് അത് സത്യസന്ധമായിട്ട് ചെയ്യണം. അത് ചെയ്യില്ല. ഇപ്പോഴും നമ്മളുടെ വല്ലാർപാടൻ ടെർമിനലിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും ഭൂമി കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഇങ്ങേര് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു, വല്ലാർപാടം ഈസ് ആൻ എംബറാസ്മെൻറ്റ്, അത് നമുക്ക് വിടാം, അത് ചർച്ച ചെയ്യേണ്ട. അതൊരു എംബാരസ്മെൻറ്റാണ്. അത് ചർച്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല. കൊടുത്തിട്ടില്ല അവർക്ക്. 378 ഫാമിലീസ്. ഏതോ ചതുപ്പ് നിലം കൊടുത്തു. അവിടെ അവർ താമസിക്കുന്നത് എങ്ങനെയാണ്? അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണ്ടേ? അത് കൊടുത്തില്ല. അവസാനം ഇപ്പോൾ ആരും ചോദിക്കാനും പറയാനുമില്ല. ഞാനും കുറേ കാലം അതിൻ്റെ പിന്നാലെ നടന്നു. വിഷമിച്ചപ്പോൾ ഞാൻ CR നീലകണ്ഠനെ കൂട്ടുപിടിച്ചു. കാരണം CR നീലകണ്ഠൻ ഓൾറെഡി നടന്ന് വിഷമിച്ച ആളാണ്. CR നീലകണ്ഠൻ എൻ്റെ കൂടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടെ വിഷമിച്ച് കഴിഞ്ഞപ്പോൾ CR നീലകണ്ഠൻ എന്നോട് പറഞ്ഞു, ഇതിൽ പ്രവർത്തിച്ച് വിഷമിച്ച് റിട്ടയറായി കാലുവെന്തിരിക്കുന്നൊരു മനുഷ്യനുണ്ട്, ഫ്രാൻസിസ് കുളത്തുങ്കൽ. ആ മനുഷ്യൻ തുടക്കം മുതൽ എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. വിഷമിച്ച് അവസാനം ഒരു കാര്യത്തിന് വേണ്ടി എത്ര നടക്കും, എന്തെല്ലാം ചെയ്യും, എത്ര മന്ത്രിമാരെ കണ്ട്, ആർക്കൊക്കെ നിവേദനം കൊടുത്ത്, എന്തെല്ലാം സമരം നടന്നില്ല. അതാണ് ഗ്രേറ്റ് മൂലമ്പള്ളി എന്നുള്ള വാക്കാണ് തോമസ് ഐസക് ഉപയോഗിച്ചത്. മൂലമ്പള്ളി ഈസ് എംബാരസ്മെൻറ്റ്, ലെറ്റ് us നോട്ട് ഡിസ്കസ് ദാറ്റ്. ഈ കേരളിൻ്റെ കാര്യം വന്നപ്പോഴാണ് കേരളിലും സംഭവിക്കാൻ പോകുന്നതാണ്. നിങ്ങൾ ആൾക്കാരെ പുറത്തിറക്കും, അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കില്ല. അല്ല, അതെന്തായാലും വരുന്നില്ലല്ലോ. ജനങ്ങൾക്ക് ഗവൺമെൻറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അത് നോട്ട് ഓൺലി ഇൻ കേരള, ത്രൂ ഔട്ട് ഇന്ത്യ. ആ വിശ്വാസം കുറച്ചെങ്കിലും തിരിച്ചു പിടിച്ചത് മോദിയുടെ നടപടികളാണ്. അതുകൊണ്ടാണ് ഞാൻ മോദിയെ പലപ്പോഴും പിന്തുണയ്ക്കുന്നത്. ഒന്ന്, ജനങ്ങൾക്ക് പൈസ കൊടുക്കാനുള്ളത് ഡയറക്റ്റ് കൊടുക്കുക. അങ്ങനെ കൊണ്ടുവന്ന ഒരു ലാൻഡ് അക്വിസിഷൻ ബില്ല് അത് എല്ലാവരും കൂടെ തോൽപ്പിച്ചു വന്നു. തുടക്കത്തിൽ 2014 ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. അതിലിതായിരുന്നു, ഈ പൈസ കൊടുത്താലേ ജനങ്ങളെ ഒഴിപ്പിക്കാൻ പാടുള്ളൂ. അത് സമ്മതിച്ചില്ല മറ്റു രാഷ്ട്രീയക്കാർ. ജനങ്ങൾക്ക് പൈസ കൊടുക്കുന്നതിന് പുള്ളി പറഞ്ഞു, നിങ്ങൾ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ 50 സെൻറ്റ് സ്ഥലമാണെങ്കിൽ 50 സെൻറ്റിൻ്റെ കാശ് അയാളുടെ കോമ്പൻസേഷൻ, 50 സെൻറ്റിൻ്റെ പൈസ പ്ലസ് അയാളുടെ വീട്, ഇതൊക്കെ ചേർത്തൊരു കോമ്പൻസേഷൻ തുകയുണ്ടല്ലോ, ആ തുക അയാൾക്ക് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ സ്ഥലത്ത് പ്രവേശിക്കാനും അയാളെ ഇറക്കി വിടാനും. ഇപ്പം അങ്ങനെയല്ല, താൻ ഇറങ്ങിപ്പോൾ കാശ് തരും. അത് ജില്ലാ കളക്ടറാണ് അതിൻ്റെ അതോറിറ്റി. കൊടുക്കുമ്പോൾ കൊടുക്കും. പിന്നെ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ഹൈക്കോടതി നടക്കുക. ഇങ്ങനെ വഴിയാധാരമായി കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ ഹൈ റേഞ്ചിൽ നിന്ന് ആ ഒരു പരിധി തീരുമാനിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് അത്രയും പേര് മാറി താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
താമസിക്കാൻ സമ്മതിക്കില്ല. കാരണം അവർക്കറിയാം അവർ മാറിക്കഴിഞ്ഞാൽ അവർ വഴിയാധാരമാകും എന്നുള്ളത് സത്യവുമാണ്. പിന്നെ എങ്ങനെ മാറും? മാറും. അത് ഈ പൈസ കൊടുക്കേണ്ടെന്ന് ആളുകൾക്ക് ഓൾട്ടർനേറ്റീവ് സ്ഥലം കൊടുക്കാമെന്ന് പറയും. സ്ഥലം ഏതാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കണം സമയത്ത്. ഏതായാലും വയനാട്ടിൽ വലിയ ദുരന്തം നടന്നു. ഇതിപ്പോൾ 2-3 ദിവസം പത്രങ്ങളിൽ നിറയെ പേജുകൾ നിറയെ കണ്ണീർ കഥകളും ഫീച്ചറുകളും ഒക്കെ വരും. അത് കഴിയുമ്പോൾ നമ്മൾ മറക്കും. അടുത്ത കാലവർഷത്തിന് വേണ്ടി കാത്തിരിക്കും. ഇതിപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ ആയി കഴിയുമ്പോൾ ഈ മഴ നിൽക്കുമല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ മാറും, കഴിയും. അടുത്ത വർഷം വീണ്ടും ഇതേപോലെ. പിന്നെ വേനലിനെ പറ്റി അതിൻ്റെ റെഡ് അലർട്ട് യെല്ലോ അലർട്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. പിന്നെ വീണ്ടും അടുത്ത മഴ വരുമ്പോൾ നോക്കാം. അപ്പോഴത്തേക്ക് ഞാൻ TV ചാനലിലും ഉണ്ടാവില്ല, ഞാൻ വേറെ വല്ല ജോലിക്ക് പോകും. എൻ്റെ പണി കഴിയും. ഏതായാലും ആ പാവം മനുഷ്യനെങ്കിലും രക്ഷിക്കാൻ കഴിയട്ടെ. ഏറ്റവും വേഗം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.